ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. സാധാരണ നമ്മൾ എപ്പോഴും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പം എപ്പോഴും ഉണ്ടാക്കുന്നതും കുറച്ച് വ്യത്യാസമായിട്ട് ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിലൊന്ന് ചെയ്തു നോക്കണേ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടാലോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് ആദ്യം ഒരു 1/2 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ പീസായിട്ടാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ അതിനേക്കാൾ കുറച്ചുകൂടെ കുറവായിട്ട് മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി വെറുതെ ഒന്ന് കുത്തിയെടുത്തതാണ്. അതിൻ്റെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ആ ചെറിയൊരു തൊലിയോട് കൂടെ തന്നെ കുത്തിയിടുകയാണെങ്കിൽ നന്നായിരിക്കും. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 1/2 to 1/4 കപ്പ് വെള്ളം ഒഴിച്ചെടുത്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റോളം വേവിച്ചെടുക്കുക. അതായത് ചിക്കൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഒന്ന് വെന്ത് വന്നോട്ടെ. ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ വേവെത്തിക്കോളൂ കേട്ടോ. ഇപ്പോൾ ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ട് ചിക്കനൊക്കെ അത്യാവശ്യം നോക്കുന്ന സമയത്ത് ഒരു 1/4 ഭാഗത്തോളമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫാക്കിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഇതിലേക്കുള്ളൊരു മസാലക്കൂട്ടൊന്ന് റെഡിയാക്കാം. അതിനായിട്ടൊരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദമാവ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് വലിയ ജീരകം ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഉണക്കമുളക് ചതച്ചതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൈ ആയി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുള്ളൊരു പേസ്റ്റാണ് കേട്ടോ. ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക്. എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ഇതിൽ ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ ആദ്യം കാശ്മീരി മുളക് പൊടിയല്ല എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ചൊരു സ്പൈസി വേർഷനാണ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുക്കുക. 1 to 1.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്തുണ്ടാവും. നല്ല ചെറിയൊരു പുളിപ്പോട് കൂടെ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു 1/2 കപ്പ് വെള്ളമൊക്കെ വേണ്ടി വരും എന്തായാലും. എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി വെക്കുക. അധികം കട്ടിയില്ലാത്തൊരു ബാറ്റർ പോലെ ആക്കിയിട്ടാണ് കേട്ടോ വേണ്ടത്. ഇതിൽ മുക്കിയിട്ടാണ് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു കട്ടിയിലൊക്കെ തന്നെ മതിയാകും. പിന്നെ ഈ ഒരു മസാലക്കൂട്ടിലേക്കുള്ള കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കേണ്ട കാര്യം മറന്നു വരുന്നുണ്ട്. ചിക്കനിൽ നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. പിന്നെ കളർ വേണമെങ്കിൽ ഒരു പൊടി ഇട്ട് കൊടുക്കുക. ഞാനൊരു ഫോട്ടോ ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുന്നതാണ്. വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ യാതൊരു ആവശ്യമില്ല. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ 10-15 മിനിറ്റൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കുക. നന്നായിട്ട് സാധാ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല, കാരണം 1/4 ഭാഗത്തോളം വെന്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് തന്നെ ചെയ്യുക. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. അതിനായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവുക. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. 2 ഭാഗവും ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കണം. അപ്പോൾ അതിന് മുൻപ് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കാനുണ്ട്. ഒരു 2-3 അല്ലി വെളുത്തുള്ളി നേരത്തെ പോലെ തന്നെ നല്ലോണം ഒന്ന് കഴുകിയിട്ട് ആ തൊലിയോട് കൂടെ തന്നെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൽ വറവായി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ ഒരു 1/4 ഭാഗം ഫ്രൈ ആവുന്ന സമയത്ത് തന്നെ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഉള്ളി അത്യാവശ്യമൊക്കെ ഒന്ന് അതിൽ കിടന്ന് ഫ്രൈ ആയിക്കോട്ടെ. എന്നിട്ട് ലാസ്റ്റ് ചിക്കനൊക്കെ നന്നായി ഫ്രൈ ആയിട്ട് നമ്മൾ കോരുന്നതിന് കുറച്ച് മുൻപായിട്ട് ഒരു ഇത്തിരി പച്ചമുളക് ഒന്ന് കീറി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ആ ഒരു കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടെ പാകത്തിന് ഇങ്ങനെ ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ചൂടോട് കൂടെ തന്നെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടെ ചെയ്യാണ്ട്, നമ്മൾ ആദ്യം മസാല ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ കുറച്ച് മസാല എന്തായാലും ബാക്കി ഉണ്ടാവും. അപ്പോൾ അത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇതുപോലെ കൈ ഉപയോഗിച്ചിട്ട് കുറച്ചായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. സ്പൂൺ കൊണ്ട് കോരിയിട്ടുണ്ട് കേട്ടോ, നല്ല ആ ക്രിസ്പി മുരുമുര എന്നുള്ള സംഭവം കിട്ടാൻ വേണ്ടി. അത് ഇതുപോലെ ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് കോരിയിട്ട് ചിക്കൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതുകൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും കൂടെ കൂട്ടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ്. നല്ല രസമാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം നമുക്ക്. ഞാനിപ്പോൾ ഇവിടെ നല്ല മുരിഞ്ഞ ചൂടുള്ള പൊറോട്ടയുടെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. രണ്ടും കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്.
പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഇത് എൻ്റെ സ്വന്തം റെസിപ്പി അല്ല കേട്ടോ. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഷെഫ് പിള്ള സാറുണ്ടല്ലോ, സാറിൻ്റെ ഒരു ചിക്കൻ ഫ്രൈഡ് വീഡിയോ ഞാൻ ടിക്ടോക്കിൽ കണ്ട സമയത്ത് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ എടുത്തിട്ടൊന്ന് ട്രൈ ചെയ്തു എന്നേ ഉള്ളൂ. ശരിക്കും ആ റെസിപ്പി തന്നെയാണ്, സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും, എന്നാലും അറിയാത്തവർ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. സംഭവം സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇനി എന്തായാലും നല്ലൊരു റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്